മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നു വീണു എന്നുള്ളൊരു വിവരമുണ്ട്. പി ബസന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ബസന്ത്, എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്? ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കവെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഇപ്പോൾ വരുന്ന പ്രാഥമിക വിവരം. അജിത് പവാറിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അജിത് പവാർ വിമാനത്തിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതിയെക്കുറിച്ചുള്ള ചിത്രവും വ്യക്തമായിട്ടില്ല. ബാരാമതിയിൽ ഇന്ന് പുലർച്ചെ ഒരു അടിയന്തര ലാൻഡിംഗ്, എമർജൻസി ലാൻഡിംഗ് നടത്തുന്ന സമയത്താണ് ഈ വിമാനം അപകടത്തിൽപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഇന്ന് ബാരാമതിയിൽ അജിത് പവാർ NCP വിഭാഗത്തിന്റെ ഒരു റാലി ഉണ്ട്. ആ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ബാരാമതിയിലെത്തിയത്. ബാരാമതി അവരുടെ ജനന സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പവാർ കുടുംബത്തിന്റെ. അവിടെയാണ് ഒരു പുൽമേട്ടിന് മുകളിൽ വിമാനം തകർന്നു വീണതായിട്ടുള്ള വിവരം ഇപ്പോൾ വരുന്നത്. അജിത് പവാറിന്റെ സ്ഥിതിയെക്കുറിച്ചുള്ള ഇപ്പോൾ വ്യക്തമായ വിവരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അത് വിമാനത്തിൽ സഞ്ചരിച്ചവരായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഏതായാലും അജിത് പവാറിന്റെ സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. അജിത് പവാറിന്റെ വിമാനം തന്നെയാണ് തകർന്നത് എന്നാണ് പുറത്തു വരുന്നത്. അദ്ദേഹം അതിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എപ്പോഴാണ് ബസന്തി അപകടം ഉണ്ടാകുന്നത്? ഈ പാർട്ടി വൃത്തങ്ങളിൽ നിന്നോ എന്തെങ്കിലും സൂചനകളോ മറ്റോ പുറത്തേക്ക് വരുന്നുണ്ടോ? അല്പസമയം മുമ്പാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത്. ഈ വിമാനം അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ സമീപത്തുള്ള നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിയത്. വിമാനം ഒരു അടിയന്തര ലാൻഡിംഗ് നടത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അജിത് പവാർ വിമാനത്തിലുണ്ട് എന്നുള്ളൊരു സൂചന അവിടെ നിന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ പറയുന്നുണ്ട്. ഏതായാലും ഇതിൽ ഒരു സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. NCP പിളർന്ന് അജിത് പവാർ വിഭാഗം രൂപീകരിച്ച് BJPയുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ച് അധികാരത്തിൽ കയറിയ ആളാണ് അജിത് പവാർ. ശരത് പവാറിന്റെ അനന്തരവൻ. ഒരുപക്ഷെ സംഘടനാ തലത്തിൽ NCPയെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അജിത് പവാർ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NCPയുടെ 2 വിഭാഗങ്ങൾ, ശരത് പവാർ വിഭാഗവും അതോടൊപ്പം തന്നെ അജിത് പവാർ വിഭാഗവും ഒന്നിച്ചാണ് മത്സരിച്ചത്. പിംപ്രി, ചിന്തുവാഡ് തുടങ്ങിയ മേഖലകളിലും ബാരാമതിയിലുമൊക്കെ അജിത് പവാർ, ശരത് പവാർ വിഭാഗം വീണ്ടും ലയിച്ചൊന്നാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യം. അജിത് പവാറിന് മഹാരാഷ്ട്രയിലെ സംഘടനാ ചുമതലയും സുപ്രിയ സൂലെക്ക് മകൾക്ക് ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ചുമതലയും ഒക്കെ നൽകാനുള്ള ഒരു വിവരങ്ങളും മറ്റുമൊക്കെ പുറത്തു വരുന്ന അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ഇപ്പോൾ അജിത് പവാർ സഞ്ചരിച്ചിരുന്ന ഒരു വിമാനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്.